ഇന്ന് സൺഡേ ആയതുകൊണ്ട് തലേദിവസം തന്നെ എല്ലാ ഡ്രസ്സൊക്കെ അലക്കി നാളെ ലേറ്റായി എഴുന്നേറ്റ് മതിയല്ലോ എന്ന് ഓർത്തിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങിയതാണ്. എന്നത്തേക്കാൾ മുന്നേ എന്നും എഴുന്നേൽക്കുന്നതിനെക്കാട്ടി മുന്നേ നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് രാവിലെ ഉപ്പുമാവും പഴമായിരുന്നു. എനിക്ക് ഈ ഉപ്പുമാവും പഴവും ഒരു രീതിയിൽ തന്നാലും ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് തന്നെ ദേഷ്യം വരും. ദൈവമേ, ഇത് ഞാൻ എങ്ങനെ കഴിക്കുമെന്ന്. പിന്നെ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡൊന്നും വേറെ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരുവിധം കഴിക്കണമല്ലോ. അത് അങ്ങനെയാണ്. നമുക്ക് എന്താണ് ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതൊരവസ്ഥയിലും ചെന്നാൽ കഴിച്ച് ശീലിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് മിക്കപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് അടുത്തിരുന്നിട്ട് അവൾ എന്ത് കിട്ടിയാലും അതിൻ്റെ എല്ലാം കൂടെ അച്ചാർ കൂട്ടും. അപ്പോൾ അവൾ അച്ചാർ എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, കുറച്ച് അച്ചാറൊക്കെ എടുത്ത് കഴിച്ച് നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടിട്ട് കഴിച്ച് നോക്കി. കൊള്ളാം, ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ ആ ഉപ്പുമാവും കഴിച്ച് കഴിഞ്ഞിട്ടില്ലേ, ഉറങ്ങാനങ്ങ് കിടന്നാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ എഴുന്നേക്കാൻ മറന്നുപോയെന്നേ. അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ വൈകുന്നേരം മഴ വരുന്ന കണ്ടപ്പോഴാണ് ചാടി എഴുന്നേറ്റത്. പിന്നെ എത്ര ലേറ്റ് ആയാലും സൺഡേ സ്കിൻ കെയർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, എന്തൊക്കെയോ ആര് മുഖത്ത് തേക്കുന്നുണ്ട്. അതൊക്കെ തേച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുമ്പം എന്തൊക്കെയോ ആയ ഒരു ഫീലാണ്. അങ്ങനെ അതും തേച്ചത് എന്നെ അടുത്തിരുന്ന് കളിയാക്കുന്നുണ്ട്. എല്ലാവരും മുഖത്തുണ്ട് കേട്ടോ. സൺഡേ ഗേൾസിൻ്റെ ഹോസ്റ്റലിൽ ചെന്ന് നോക്കി എല്ലാവരും മുഖത്ത് ഇതൊക്കെ തന്നെ കാണാൻ പറ്റും. അവിടെ നിന്ന് കുറച്ച് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് വേഗം പോയൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കട്ടനൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നല്ല മഴയും വരുന്നുണ്ട്. ഞാനൊരു സാധനം കാണിച്ചിട്ട് കേട്ടോ, കണ്ടോ ചെടി വിട്ട് വെച്ചതുകൊണ്ടോ. അത് കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് വേണ്ടി ഞാൻ ഏറ്റവും നല്ലൊരു ബുക്ക് വായിക്കാൻ തീരുമാനിച്ചു. അതാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നല്ലൊരു ബുക്കാണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ടുള്ളൂ വായിക്കാൻ തുടങ്ങിയിട്ട്. വായിച്ചെടുത്തോളം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബുക്ക് ആരെങ്കിലുമൊക്കെ വായിച്ച് തുടങ്ങിയിട്ടുണ്ടോ? എല്ലാവരും വായിച്ച് കഴിഞ്ഞ് കാണും. ഞാൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്.